എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ്. പെരി പെരി മന്തിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ചിക്കൻ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഒരു ചോറിൻ്റെ ടേസ്റ്റ്. ചോറ് നമുക്ക് വെറുതെ കഴിക്കാനാണെങ്കിൽ പോലും നല്ല രുചിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പെരി പെരി മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പെരി പെരി മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി വലുതാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ആഴത്തിൽ തന്നെ ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു വറ്റൽമുളകാണ്. ഒരു 14ഓളം വറ്റൽമുളക് ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഞാനൊന്ന് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ഒരു വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ ഒരു 3ഓളം കാശ്മീരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഒരു എരിവുള്ള വറ്റൽമുളക് ഒരു 14 എണ്ണം. ഇതുപോലെ ഈ ഒരു കാശ്മീരി മുളക് 3 എണ്ണം ഞാൻ വെള്ളത്തിൽ നിന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വറ്റൽമുളക് ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കുരു വെള്ളത്തിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ ആ ഒരു കുരു ഇതുപോലെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 10ഓളം വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഇത് കണ്ടില്ല, അത്യാവശ്യം വലിയ എല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലും തീരെ ചെറിയ എല്ലി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇതുപോലെ 2 ബേ ലീവ്സ്, നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഒരു ബേ ലീവ്സ് 2 എണ്ണം ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് അടർത്തിയെടുത്ത് ഈ ഒരു വലിപ്പമുള്ള ഒരു 3ഓളം സവാളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവാള വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഇതുപോലെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അടുത്തുണ്ട് കേട്ടോ നാരങ്ങ നീര്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ ആ ഒരു തൊലി ഒന്ന് പീൽ ചെയ്തെടുത്താണ്. ആ ഒരു വൈറ്റ് ഭാഗം ചേർത്താണ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നതെങ്കിൽ ഒരു കയ്പുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മുകളിലുള്ള ഒരു നൈസ് ആയിട്ടുള്ള ഒരു തൊലി മാത്രം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 7 ടേബിൾ സ്പൂണോളം ഓയിലാണ്. ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഒരു 1/2 കപ്പോളം ആണ്. 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പോലെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പെരി പെരി സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമുക്കൊരു പെരി പെരി സോസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പെരി പെരി സോസിൽ നിന്ന് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും നമ്മൾ ഇതുപോലെ ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഈ ഒരു സോസ് ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പെരി പെരി സോസ് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഒറിഗാനോ അല്ലെങ്കിൽ റോസ്മേരി എന്ന് പറയുന്ന ഒരു ഹെർബ്സോ ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് ചിക്കനിൽ തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത്രയും സമയം നിങ്ങൾക്ക് വെക്കാനില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു സോസ് ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 മണിക്കൂറോളം ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് എടുത്താണ്. ഇനി പെരി പെരി മന്തിയുടെ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ 3 ഗ്ലാസ് അരി എടുത്താൽ മതി. അപ്പോൾ ഒരു വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴും ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഗ്ലാസ് ആണെങ്കിലും ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന അളവിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിർത്തിയിട്ട് എടുക്കണം. 30 മിനിറ്റിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഈ ഒരു ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ പാനിലാണ് ചെയ്യുന്നത്. ഇതുപോലെ പാനിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതുപോലെ വലിയ പീസ് ആയതുകൊണ്ട് തന്നെ തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണേ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഈ ഒരു ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ നിന്ന് ആയി വരുമ്പോഴത്തേക്കും ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണങ്ങൾ ഇതുപോലെ സൈഡൊക്കെ നമ്മൾ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കണേ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ട് സൈഡ് നല്ല പോലെ തന്നെ മൊരിഞ്ഞ് ചിക്കൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്കിതുപോലെ പാനിയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ് നീളത്തിൽ. അപ്പോൾ ഈ ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒരുപാടങ്ങ് വഴണ്ടങ്ങ് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവാള ഇതുപോലെ ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ നെടുക കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമ്മൾ ഇതുപോലെ തീരെ ചെറിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു ചൊവയും ക്യാപ്സിക്കും ഒക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. കൂടാതെ ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ടയും ഇതൊരു 4ഓളം ഗ്രാമ്പുമാണ്. ഒരു ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണക്ക നാരങ്ങയും ഒരു 6ഓളം ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ആ സ്പൈസസും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പെരി പെരി സോസ് ഇല്ലേ, ആ ഒരു പെരി പെരി സോസ് ആ ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഒരു സോസിൻ്റെ ഒരു പച്ച ചുവ നമുക്കൊന്ന് മാറി കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു പച്ച ചുവയൊക്കെ മാറി ഇതുപോലെ ഓയിലൊന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3 കപ്പ് അരിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് 3 കപ്പ് അരിക്ക് നമുക്ക് 4.5 കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4.5 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു ചോറിന് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചോറിന് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ചെറിയ പാക്കറ്റ് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇത് ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ചിക്കൻ സ്റ്റോക്കും കൂടെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചോറിന് കുറച്ചും കൂടി നല്ലൊരു രുചി ഉണ്ടാവും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഒരു പെരി പെരി സോസിന് ഉപ്പ് ചേർത്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ ക്യൂബ്സിനും അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന സമയത്ത് അറിയാമല്ലോ, അത്യാവശ്യം ഒന്ന് മുന്നിട്ട് നിന്നാലേ ചോറ് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി വെള്ളം നല്ല പോലെ തന്നെ വെട്ടി തിളച്ച് വരണം. നമ്മളൊരു 1/2 മണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്ന അരി ഒരു അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വെട്ടി തിളച്ച് കിടക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് കയറി വരുന്ന വരെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റോളം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇതിലൊന്ന് തിളച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ അപ്പം തന്നെ നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, എങ്കിലേ ഒരു മസാല ഒരു ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അപ്പം തന്നെ അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചോറ് ഇവിടെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരിയൊന്നും ഒട്ടും തന്നെ കുഴയാതെ ആ ഒരു വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കനില്ലേ, ഈ ഒരു ചിക്കൻ എല്ലാം കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയൊരു കുഴിയുള്ളൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കുക. ഇതുപോലെ 2-3 പച്ചമുളക് വേണമെങ്കിൽ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ചോറിനും ചിക്കനും ഒക്കെ ഒരു മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു സ്മോക്കി ഫ്ലേവറും കൂടെ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചാർക്കോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ചാർക്കോൾ നല്ല പോലെ തന്നെ കത്തിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിരട്ട ഉണ്ടെങ്കിൽ ചിരട്ട നന്നായിട്ട് കത്തിച്ചിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ഒരു കനൽ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിരട്ട കത്തിച്ചിട്ടുള്ള കനലാണെങ്കിലും ഈ ഒരു ചാർക്കോൾ കത്തിച്ചതാണെങ്കിലും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ പുക വരാൻ തുടങ്ങും.
ഇതുപോലെ നന്നായിട്ട് പുക വരാൻ തുടങ്ങുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മൾ ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 4-5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ലാസ്റ്റ് നമ്മളൊരു 4-5 മിനിറ്റോളം കുക്ക് ചെയ്യുന്നത് പഴയ ഏതെങ്കിലും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിലങ്ങ് പിടിക്കുക ഒരു ചോറ്. അപ്പോൾ ഒരു 4-5 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു മുടിയിൽ നിന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പാത്രം നമുക്കങ്ങ് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ, വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പെരി പെരി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ മന്തിയൊക്കെ വെക്കുന്നതിന് പകരം ഇതുപോലെ ഒരു പെരി പെരി സോസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മന്തി ഒന്ന് ചെയ്ത് നോക്കുക. നല്ല കിഡിലും ടേസ്റ്റാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. മന്തി ഏതായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അറബിക് സലാഡും കൂടി നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഈ ഒരു അറബിക് സലാഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം ഇട്ടൊരു മന്തിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പോൾ പെരി പെരി മന്തി നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.